കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നൽകുന്നു. മഹത്വം ക്രിസ്ത്യ ചാനലിൻ്റെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമായി സ്വല്പം കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം ആരാണ്? സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവാണ് ദൈവം. ഈ ലോകത്ത് കാണുന്നതൊന്നും ദൈവങ്ങളല്ല. നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് സകല അധികാരവും ഈ ലോകത്തിൻ്റെ മേൽ തന്ന സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ആ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ മക്കൾ അപ്പനോട് എന്തു ചോദിക്കുന്നു അത് അപ്പൻ തരണമെങ്കിൽ മക്കൾ എങ്ങനെയായിരിക്കണം? പലരും പ്രാർത്ഥന എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പക്ഷെങ്കിൽ ദൈവ വചനത്തിൽ പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 31 വാക്യത്തിൽ പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കണം. ന്യായമുണ്ടായാൽ മാത്രമേ നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് സർവശക്തനായ ദൈവം മറുപടി തരത്തുള്ളൂ. ആയതിനാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതധർമ്മവും പാപമാണ്. പാപം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? 1 യോഹന്നാൻ 1:9 നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്നും നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കുകയും സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനുമാണ് സർവശക്തനായ ദൈവം. നമ്മുടെ തെറ്റുകൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുന്നുവെങ്കിൽ ഏതൊരു രോഗങ്ങളുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥകളുമായിക്കൊള്ളട്ടെ, ന്യായമായ എന്ത് കാര്യത്തിനും മറുപടി തരുവാൻ സന്നിഹിതനായി നമ്മുടെ മധ്യത്തിൽ ദൈവം കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് കാര്യത്തിനും എൻ്റെ പിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. എൻ്റെ നാമത്തിൽ 2 or 3 പേര് എവിടെ കൂടുന്നോ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ അരിക്കൽ കടന്നു പോകണമെങ്കിൽ കർത്താവായ യേശുവിൽ കൂടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്നവർക്ക് മാത്രമേ കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. എല്ലാവരും നാവെടുത്ത ഉടനെ പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ആരോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? എങ്ങനെ നമ്മളായിരിക്കണം? വിശുദ്ധിയോടുകൂടി നമ്മളായിരിക്കണം. വിശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധിക്കത്തില്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവവചനത്തിൽ. അപ്പോൾ നമുക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധി. നമുക്ക് ശുദ്ധിയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് ശുദ്ധിയില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലുള്ള പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട്. എവിടെ ആശ്രയിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിക്കാം?
വിളിച്ചപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കില്ലാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളതായ ആ വിശ്വാസത്തോടു കൂടി നമുക്ക് ആയിരിക്കാം. നീ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നിനക്ക് ലഭിക്കും. ആരെ വിശ്വസിക്കണം? കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൻ്റെ വാക്ക് വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വാക്ക് പാലിക്കും, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വാക്ക് പാലിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശാപിക്കപ്പെട്ടവനെന്ന് കൊരിന്ത്യർ ലേഖനത്തിലും പറയുന്നു. ദൈവസന്നിധിയിൽ മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ നേരുള്ളവരായി ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാം പാപങ്ങൾ ഏറ്റുപറയണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഇതുവരെയും ജീവിച്ചു വന്ന വഴികളിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ? പാപമില്ലാത്തവരാരുമില്ല. ആ പാപമുള്ളവർ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നേർപ്പ് പ്രാപിച്ച് ആ ക്രിസ്തുവിനോട് ചേർന്നാൽ ഒരുവൻ ക്രിസ്തുവിലായൻ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതായി തീർക്കുന്ന ദൈവത്തിൻ്റെ ആ കൃപ, ആ സാന്നിധ്യം നമ്മുടെ അരിക്കലുണ്ട്. ആയതിനാൽ എല്ലാവരും എന്ത് രോഗങ്ങളായിക്കൊള്ളട്ടെ, കാൻസർ രോഗങ്ങളായിക്കൊള്ളട്ടെ, കിഡ്നിക്ക് അസുഖമുള്ളവരായിക്കൊള്ളട്ടെ, ഹാർട്ടിന് അസുഖമുള്ളവരായിക്കൊള്ളട്ടെ, സ്റ്റോക്കുള്ളവരായിക്കൊള്ളട്ടെ, ക്ലൂമറുള്ളവരായിക്കൊള്ളട്ടെ, നമ്മുടെ ഉദര രോഗങ്ങൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ വാർദ്ധക്യ സഹജമായ ക്ഷീണം അനുഭവിക്കുന്ന മാതാപിതാക്കൾ അനേകരുണ്ട്. ദൈവം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ നരയിലും ഞാൻ നിന്നെ ചുമക്കുമെന്ന്. നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥന വിശ്വാസമുള്ളവർ അവരവരുടെ അസുഖമുള്ളവർക്ക് കൈവച്ചിട്ട് കണ്ണടച്ച് ദൈവത്തോട് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ പലരുടെയും അസുഖം ഭേദമായി സർവശക്തനായ ദൈവമഹത്വത്തോടെ വെളിപ്പെടുത്തുമെന്ന്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണാം. എന്തസുഖമായിക്കൊള്ളട്ടെ, ദൈവത്തിന് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം. നമ്മുടെ ജീവൻ തന്നിരിക്കുന്നത് പിതാവായ ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയപ്പോഴാണ് നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞ് നമ്മൾ ചാടി എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമി കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ ജീവിത മാർഗങ്ങൾ അധ്വാനിച്ചിട്ട് വിശർപ്പിൻ്റെ ഫലം അനുഭവിച്ച് സന്തോഷകരമായി ജീവിപ്പാനുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിവിടെ ആക്കിയിരിക്കുന്നത്. നന്മയും തിന്മയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ലോകത്തിലുള്ള സകലത്തിൻ്റെ മേലും മനുഷ്യർക്ക് അധികാരം തരികയാണ്. ഈ ലോകത്ത് മനുഷ്യർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം അവരവരുടെ ബുദ്ധി അനുസരിച്ച് അത് പ്രയോജനപ്പെടുത്തി ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ തലമുറകൾ കൈമാറി മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അധികം സമയമില്ല. എന്ത് അസുഖമായിക്കൊള്ളട്ടെ, അവരവരുടെ അസുഖമുള്ളവർക്ക് കൈവച്ച് മൗനമായിട്ട് ദൈവത്തോട് ചോദിക്കാം. ദൈവം ദൂതനെ അയച്ച് നിങ്ങളുടെ ആ രോഗങ്ങൾക്ക് സൗഖ്യം തരും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. വാഴ്ത്തയാണ് കർത്താവേ. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവമേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമേ, ഹല്ലേലൂയ. മനുഷ്യർ വാക്കുമാറും, പക്ഷേ ദൈവം വാക്കുമാറത്തില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ചെയ്യുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.